നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികളെയും സംബന്ധിച്ച്, എല്ലാ പാർട്ടികളെയും സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് ഏത് വിധേനയും വിജയിക്കുവാനും അതുവഴി അധികാരത്തിലെത്തുവാനുള്ള കുറുക്കുവഴികൾ നോക്കുകയാണ് ഇപ്പോൾ എല്ലാ മുന്നണികളും. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അധികാര തുടർഭരണമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ UDF-നാകട്ടെ ഏത് വിധേനയും അധികാരത്തിൽ എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മുന്നണി പിന്നീട് ഉണ്ടാവുകയില്ല എന്ന അവസ്ഥയാണ്. BJP-യെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വിജയം അഭിമാന പോരാട്ടം തന്നെയാണ്. അങ്ങനെ പാർട്ടിയിലെ ഉറച്ച രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുറമെ മറ്റ് മേഖലകളിലെ പ്രമുഖരെയും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുവാനും ഇപ്പോൾ ഏറെ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിലേക്ക് വരുമ്പോൾ സിനിമാ താരങ്ങളെ ഉൾപ്പെടെ പരിഗണിക്കുമെന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മണ്ഡലം. ഇപ്പോൾ 1000-ഓളം വോട്ടുകൾക്ക് മാത്രം കോൺഗ്രസിൻ്റെ മികച്ച നേതാവ് K. ബാബുവിൻ്റെ കയ്യിലുള്ള ആ മണ്ഡലത്തിൽ അതിനു മുൻപ് ജയിച്ചത് CPM-ലെ M. സ്വരാജായിരുന്നു. എപ്പോഴും തീ പാറുന്ന മത്സരങ്ങൾക്ക് പോരാട്ടത്തിന് വേദിയാകുന്ന ആ മണ്ഡലത്തിൽ K. ബാബു ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറി നിൽക്കാൻ സാധ്യതയേറിയതിനാൽ തന്നെ അവിടെ കരുത്തനായിട്ടുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ വേണ്ടിവരും. കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ഒരു പരീക്ഷണത്തിന് മുതിരാതെ മികച്ച ഒരു മുഖത്തെ തന്നെ അവതരിപ്പിക്കേണ്ടി വരും. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെയാണ് സിനിമാ നടൻ രമേശ് പിഷാരടിയുടെ സാന്നിധ്യം ഇപ്പോൾ ആവശ്യമായി വരുന്നത്. മണ്ഡലത്തിലെ തന്നെ താമസക്കാരനായിട്ടുള്ള പിഷാരടി സുപരിചിതനാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ തലയിടിപ്പുള്ള ഒരു താരപ്രചാരകൻ കൂടിയാണ് പിഷാരടി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം തന്നെ എല്ലായിടത്തും വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച് കൊട്ടിക്കലാശം പോലെയുള്ള തീ പാറുന്ന പ്രചരണങ്ങളെല്ലാം തന്നെ നയിച്ചത് രമേശ് പിഷാരടിയാണ്. അതുതന്നെ പിഷാരടി എന്ന വ്യക്തിയെ കോൺഗ്രസ് എത്രത്തോളം പ്രതീക്ഷ വയ്ക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷനിലെ പള്ളുരുത്തി സോണിൽപ്പെടുന്ന 8 വാർഡുകളും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ, മരട് എന്നീ മുനിസിപ്പാലിറ്റികളും അതോടൊപ്പം തന്നെ കുമ്പളം, ഉദയപേരൂർ പഞ്ചായത്തും ചേർന്നതാണ് തൃപ്പൂണിത്തുറയിലെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. 1967 രൂപീകൃതമായിട്ടുള്ള തൃപ്പൂണിത്തുറയിൽ 5 തവണ CPM-ഉം അതോടൊപ്പം തന്നെ 7 തവണ കോൺഗ്രസും 1 തവണ NDP-യുടെ KGR കർത്തയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 91 മുതൽ 2011 വരെ തുടർച്ചയായിട്ട് 5 തവണ ഈ മണ്ഡലത്തിൽ ജയിച്ച K. ബാബുവിൻ്റെ ജനസമ്മതിയാണ്. അവസാനം 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൊച്ചിയെ തന്നെ ഒരു മെട്രോ നഗരമാക്കിയിട്ടും എക്സൈസ് മന്ത്രിയായി വിവാദം കടുത്തതോടെ വീണ്ടും മത്സരത്തിനിറങ്ങിയ ബാബുവിനെ തൃപ്പൂണിത്തുറക്കാർ തോൽപ്പിച്ചു. എന്നാൽ 2021 അദ്ദേഹം ചെറിയ വോട്ട് വ്യത്യാസത്തിൽ വീണ്ടും തൃപ്പൂണിത്തുറയുടെ ജനനായകനായി വരികയായിരുന്നു. ഏകദേശം 2 ലക്ഷത്തോളം വോട്ടർമാരുള്ള തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അവസാന 2 തവണയും 2 മുന്നണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികൾ മാറി മാറി 1000 വോട്ടുകൾക്ക് ജയിക്കുമ്പോൾ തന്നെ അറിയാം ആ മണ്ഡലത്തിൻ്റെ പോരാട്ട ശക്തി, ഇലക്ഷൻ ടൈറ്റ് എത്രത്തോളം ഉണ്ടെന്നത്. അതുകൊണ്ട് തന്നെ ഈ അഭിമാന മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തി അത് നിലനിർത്തുക എന്നുള്ളത് K. ബാബുവിന് പോലും അസാധ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രമേശ് പിഷാരടിയെ അവിടത്തേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വോട്ടർമാർ അവിടെ വളരെ പ്രബുദ്ധരാണ്. K. ബാബുവിൻ്റെ അസാന്നിധ്യത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ആസാദ് സനിൽ, അതുപോലെ തന്നെ പാർട്ടിയുടെ ചാനൽ മുഖമായിട്ടുള്ള രാജു P. നായർ, KPCC-യുടെ നേതാവ് AK രാജു തുടങ്ങിയ പേരുകളെല്ലാം തന്നെ അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഞാനിന്മേൽ കളിയാണ് അവിടെ തൃപ്പൂണിത്തുറയിൽ എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിനെ നർമ്മം കൊണ്ട് പൊതിയുന്ന കലാകാരൻ, പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറക്കാരനായിട്ടുള്ള രമേശ് പിഷാരടിയെ തന്നെ അവിടെ പരിഗണിക്കാനാണ് സാധ്യതകൾ ഇപ്പോൾ ഏറെയുള്ളത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.